വെൽക്കം ടു ട്രൈഡു. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വീക്കിലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വീക്കിലി ചാർട്ട് എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയ മാർക്ക് ചെയ്യാനാണ്. നോക്കിയാൽ കാണാം, ഈ ഒരു വീക്കിലി ക്യാൻഡലിന്റെ ലോയുടെ താഴെ ഒരു FEG ഉണ്ട്. ആ ഒരു FEG മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വീക്കിലി ചാർട്ട് എടുത്തിരിക്കുന്നത്. ഈ FEG എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വീക്കിലി ചാർട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡെയിലി ചാർട്ടിലോട്ട് പോവാം. ഡെയിലിയിൽ നോക്കുമ്പോൾ അവിടെ ഒരു FEG നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയനെ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. FEG മാത്രമല്ല, അവിടെ ഒരു സപ്പോർട്ട് ഏരിയയും കൂടി ഉള്ളതാണ്. അപ്പോൾ ആ ഒരു ഏരിയനെ സപ്പോർട്ട് ഏരിയ ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത് ഡെയിലിയിൽ. അതുപോലെ തന്നെ നമുക്ക് റെസിസ്റ്റൻസ് ഏരിയ ഡെയിലിയിൽ മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ നോക്കിയാൽ കാണാം, ഇവിടെ പലതവണ മാർക്കറ്റ് വന്നിട്ട് റിജക്ഷൻ എടുത്തതാണ്. അപ്പൊ ഈ ഒരു ലെവലിൽ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇത് റിജക്ഷൻ എടുത്തതിന് ശേഷം ഒരു ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ടായിരുന്നു താഴോട്ടേക്ക്. എന്നിട്ട് വീണ്ടും ഒരുപക്ഷെ ഒരു റീടെസ്റ്റിന് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എക്സ്പെഷ്യലി ഇന്നലെ ഇത്രത്തോളം ഒരു റിയാക്ഷൻ ഇവിടെ നിന്ന് കിട്ടിയതുകൊണ്ട് നല്ല രീതിയിൽ മാർക്കറ്റ് വീണതിന് ശേഷം ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഹൈ നോക്കിയാൽ കാണാം, ഇവിടെ ഒരു ഹൈ ഉണ്ട്. ആ ഒരു ഹൈയുടെ അടുത്ത് വന്നിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു ഹൈനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ കളറും ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ നോക്കിയിട്ട് തിരിച്ചു വരാം. ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകൾ വരുന്ന ദിവസമാണ്. ഇന്ത്യൻ സമയം 6 മണിക്കാണ് വരുന്നത്. ആദ്യത്തെ ന്യൂസ് ആവറേജ് അവർലി ഏർണിംഗ് മന്ത്ലി ആണ് വരുന്നത്. അതിന്റെ പ്രീവിയസ് ഫിഗർ 0.3%ഉം ഫോർകാസ്റ്റും 0.3% ആണ്. അതിന്റെ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അപ്പോൾ ഫോർകാസ്റ്റിനേക്കാൾ മുകളിലൊരു ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസിക്ക് നന്നാവുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് അത് നോക്കിയാൽ കാണാം, പ്രീവിയസ് 22Kയും ഫോർകാസ്റ്റ് 138Kയും ആണ്. അതായത് പ്രീവിയസിനേക്കാളും താഴെയാണ് ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത്. നല്ല വ്യത്യാസമുണ്ട്. അതും ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അതായത് ഫോർകാസ്റ്റിനേക്കാൾ മുകളിലൊരു ഫിഗർ വരണം. സാധാ ഒരു ഫിഗർ വന്നാൽ പോരാ, നല്ല രീതിയിൽ തന്നെ വരണം. കാരണം പ്രീവിയസ് വളരെ നല്ലൊരു ഫിഗർ ആയിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വന്നാൽ മാത്രമേ കറൻസിക്ക് ബെറ്റർ പൊസിഷൻ ആവുള്ളൂ. ഇനി അടുത്ത അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആണ്. അത് പ്രീവിയസ് 4.2ഉം ഫോർകാസ്റ്റും 4.2 ആണ്. അത് ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അപ്പോ ഫോർകാസ്റ്റിനേക്കാളും താഴെ ഒരു ഫിഗർ വന്നാൽ മാത്രമേ കറൻസിക്ക് ബെറ്റർ ആവൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ. ന്യൂസ് വരുന്ന സമയം 6 മണിക്കാണ്. അപ്പോൾ വളരെ വളറ്റൈൽ ആവാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല രണ്ട് സൈഡിലേക്കും മാർക്കറ്റ് മൂവ് ചെയ്ത് ഒരുപക്ഷെ സ്റ്റോപ്പ് ലോസ് അണ്ടേക്ക് നടക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ന്യൂസ് വന്നതിന് ശേഷം മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഈ ഒരു റെഡ് ലൈൻ വരച്ചിരിക്കുന്ന ഏരിയ വളരെ സ്ട്രോങ് ഒരു ഏരിയ ആയിരുന്നു. ആ ഏരിയനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. ആ ഏരിയയിൽ ഒരിക്കൽ കൂടിയിട്ട് മാർക്കറ്റ് റീടെസ്റ്റിന് വന്നതാണ് ഇപ്പൊ കാണുന്നത്. ആ ഒരു ഏരിയനെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. 1 അവറിന്റെ ആണ്. അതുപോലെ തന്നെ അതിന്റെ മുകളിലൊരു FEG ഉണ്ട്. അതിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു ലെവൽ ഇവിടെ നിൽക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു ഗ്യാപ്പ് ഏരിയ മാർക്ക് ചെയ്തിടുന്നുണ്ട്. വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ കൂടിയാണ് ഈ ലെവല്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാർക്ക് ചെയ്ത് വെച്ചതാണ്. ഈ ലെവലിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് പോയതാണ്. അപ്പൊ ഈ ലെവലിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. സപ്പോർട്ടായിട്ടാണ് മാർക്ക് ചെയ്തിടുന്നത്. പിന്നെ മറ്റൊരു ഏരിയ ഈ ലെവലുമാണ്. ഇവിടെയും നോക്കിയാൽ കാണാം, മൾട്ടിപ്പിൾ സപ്പോർട്ട് എടുത്ത് മൾട്ടിപ്പിൾ സപ്പോർട്ട് എടുത്ത ഒരു ഏരിയ ആണ്. അപ്പൊ ഈ ഒരു ഏരിയനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനിയുള്ള എക്സ്ട്രീം ലെവലിലുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഈ ലെവൽ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അടുത്തൊരു സപ്പോർട്ട് ഏരിയ ആണ്. എക്സ്ട്രീം ലെവലുള്ളതാണ്. അത് മാർക്ക് ചെയ്തിടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാർക്ക് ചെയ്തിട്ടതാണിത്.
അപ്പൊ അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 ഹവറിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിൽ പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിൽ വരുന്ന സമയത്ത് ഇപ്പൊ കറന്റ്ലി ഒരു എൻട്രി സാധ്യത ഉണ്ട്. നോക്കിയാൽ കാണാം മാർക്കറ്റ് നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയിലാണ് 1 ഹവറിന്റെ. അപ്പൊ അവിടെ നിന്നൊരു 50 മിനിറ്റ്സിന്റെ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്നിട്ട് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ വരെ ആവാനുള്ളതാണ് സാധ്യത കാണുന്നത്. അതും കഴിഞ്ഞാൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എത്താവുന്ന ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ഏരിയയുടെ ലെവലാണ് 3190 വരെ. അടുത്ത് പിന്നെ അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3180 വരെ അടുത്തതും വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇത്രയും ഒരു സെല്ലിംഗ് മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി ഒരുപക്ഷെ ഇവിടെ നിന്ന് ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു FEGയിൽ നിന്ന് ഒരുപക്ഷെ മാർക്കറ്റ് ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ സെൽ എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു സോണിന്റെ താഴെ മാത്രമായിരിക്കണം. ഈ സോണിന്റെ താഴെ, അതായത് ഇപ്പോൾ വരച്ചിരിക്കുന്ന ആ ഒരു ലെവലിന്റെ താഴെ ആയിരിക്കണം സെൽ എൻട്രി. അതിന്റെ മുകളിൽ സെൽ എൻട്രി എടുക്കരുത്. കാരണം ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് പോയി ഈ ഒരു ലെവലിനെ റീടെസ്റ്റ് ചെയ്തേക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരുപക്ഷെ നല്ല രീതിയിലൊന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് വീണേക്കാം. ഉറപ്പില്ല. കാരണം എന്ന് വെച്ചാൽ വീണ്ടും മുകളിലോട്ട് പോകുന്ന സമയത്ത് 50 മിനിറ്റ്സിന്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ആ ഒരു പാറ്റേൺ അതായത് റെസിസ്റ്റൻസ് പാറ്റേൺ ഇവിടെയുണ്ട്. ചിലപ്പോൾ അതും റീടെസ്റ്റ് ചെയ്യാൻ ഇന്ന് എത്തിയേക്കാം. അപ്പോൾ ഈ ഒരു ലെവലും കൂടി മാർക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവിടേക്ക് വരുന്ന സമയത്ത് ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് നല്ല രീതിയിലൊന്ന് താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടുകയാണ്. കൺഫർമേഷൻ കിട്ടി ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നേരത്തെ പറഞ്ഞ പോലെ ചാൻസ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇതാണ് ഫസ്റ്റ് ചാൻസ്. അവിടെ നിന്ന് വീണ്ടും ചിലപ്പോൾ ഒന്നൊരു പുൾ ബാക്ക് വന്നിട്ട് വീണ്ടും താഴോട്ടേക്ക് വീഴാം. വരുന്ന സമയത്ത് ഈ 2 ഏരിയാസ് ആണ് സെൽ എൻട്രിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നും ഒരുപക്ഷെ താഴോട്ടേക്ക് ഇറങ്ങാം. അല്ല ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടിയ അടുത്തൊരു പുൾ ബാക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അങ്ങനെയാണെങ്കിൽ ആ പുൾ ബാക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ഒരു ലെവലായിരിക്കും. ഈ ഒരു ലെവൽ വരെ ഒരുപക്ഷെ പുൾ ബാക്ക് വരാൻ സാധ്യതയുണ്ട്. അത് അവിടെ വരെ ബൈയും നമുക്ക് നോക്കാവുന്നതാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും നോക്കി കണ്ടും തന്നെ ട്രേഡ് എടുക്കുക. കീ ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ബ്ലൈൻഡ് ആയിട്ട് എടുക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.